കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. പരാജയം ഉറപ്പിച്ച് CPM രംഗത്തെത്തുകയാണ്. ന്യൂനപക്ഷങ്ങൾ കൈവിടുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കാത്തിരിക്കുന്നത് അതിദയനീയമായിട്ടുള്ള തോൽവിയാണ്. എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും CPM പ്രവർത്തകരും നേതാക്കളും സൈബർ സഖാക്കളും വലിയ ആവേശത്തിൽ നിലകൊള്ളുമ്പോഴും മറുവശത്ത് നിരവധി മന്ത്രിമാർക്ക് കനത്ത പരാജയം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ എതിരായത് തിരിച്ചടിയാകുമെന്നുള്ള കണ്ടെത്തലുകളും ഇപ്പോൾ CPM നടത്തിയിട്ടുണ്ട്. അപ്പോൾ CPM-നേക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും ഇത്. നമുക്കറിയാം, ഈ അടുത്ത് പോലും ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ഈ കൂട്ടുകെട്ടിക്കൊണ്ട് ഈ പറയുന്ന വർഗീയവാദങ്ങൾ അല്ലെങ്കിൽ വർഗീയത വിളച്ചോതുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ കൈക്കൊള്ളുന്നത് എത്രത്തോളമാണ് എന്നുള്ളതാണ്. അതായത് ഇത്രയും ഈ ഒരു 10 വർഷക്കാലം ഭരണം കൊണ്ടു നടന്ന CPM സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില വാക്ക് പിഴവുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കാണ്. അതായത് പലപ്പോഴും വർഗീയത വിളിച്ചോതുന്നവർക്കെതിരെ പറയാനും അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയാണ് അവർ കണ്ടത്. അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ആദ്യത്തെ 2016 തെരഞ്ഞെടുപ്പിൽ എത്രത്തോളമാണ് ന്യൂനപക്ഷം ഈ പിണറായി സർക്കാരിന് CPM-നും ഒപ്പം നിന്നത് എന്നുള്ളത്. 2021 ആയപ്പോൾ അത് പകുതിയായി കുറഞ്ഞു. ഇപ്പോൾ 2026 എത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും വലിയ വിജയപ്രതീക്ഷയും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും സൈബർ ഇടങ്ങളിൽ സൈബർ സഖാക്കൾ വലിയ രീതിയിലുള്ള വാർത്തകളും വലിയ രീതിയിലുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ CPM പ്രവർത്തകർക്കും വലിയ ആശങ്കയാണ്. ഇത്തവണ CPM ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകും എന്നുള്ളത്. കാരണം അത് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്തരം കണ്ടെത്തലുകൾ CPM നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരികയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് തങ്ങൾക്ക് ഒരു പിഴവ് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് തങ്ങളുടെ വോട്ടുകൾ കുറഞ്ഞത് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അതിനിടയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പെട്ടി പൊട്ടിക്കുമ്പോൾ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. UDF വിജയം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്നാൽ CPM-ൽ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ആഘോഷ പരിപാടികളില്ല. ആര് ജയിക്കുമെന്നുള്ള മുൻകൂർ പറയുന്നില്ല. ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നില്ല. ഇത്തവണ എന്തായിരിക്കും ഞങ്ങൾ വന്നാൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ മൗനം പാലിക്കുന്ന CPM നേതാക്കളെയും മന്ത്രിമാരെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രചാരണ വേളയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് വെച്ചിട്ട് 10 വർഷം ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഓരോ ഫ്ലെക്സ് വെക്കുമ്പോഴും വലിയ പ്രചാരണങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ അത്തരം പ്രചാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അല്ലെങ്കിൽ അത്തരം വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു കാര്യപരിമിതിക്കുള്ളിൽ UDF നടത്തിയ പ്രചാരണം ജനക്കൂട്ടം തിങ്ങിക്കൂടുന്നതായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയതും വലിയ രീതിയിലുള്ള ഒരു ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ ആ ട്രെൻഡിങ് ഒന്നും തന്നെ ഈ ജനങ്ങൾക്കിടയിൽ വില പോകില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ ഒരു എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. രീതിയല്ല, ആ ഒരു എക്സിറ്റ് പോൾ ഫലത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ശതമാനം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM മുന്നോട്ട് വെക്കുന്ന ന്യൂനപക്ഷ ഏകീകരണം 50 മണ്ഡലങ്ങളിൽ നടന്നു എന്ന വാദം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കുകയാണ്. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ മാത്രമല്ല, മറിച്ചൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമായിട്ട് പലരും ഇതിനെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാദം പ്രകാരം ചില മണ്ഡലങ്ങളിൽ പ്രത്യേക വോട്ടർ വിഭാഗങ്ങളിൽ ഒരേ ദിശയിൽ ചേർന്നു എന്നതാണ് CPM പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ജനറലൈസേഷൻ എല്ലായിടത്തും ശരിയാകണമെന്നില്ല. ഓരോ മണ്ഡലത്തിനും സ്വന്തം രാഷ്ട്രീയ സാഹചര്യവും സ്ഥാനാർത്ഥികളുടെ സ്വാധീനവും പ്രാദേശിക പ്രശ്നങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്തായാലും UDF അനുകൂലികളുടെ കാഴ്ചപ്പാടിൽ ന്യൂനപക്ഷ ഏകീകരണം എന്ന ഒരു വാക്ക് തന്നെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫ്രെയിമിംഗ് ആണെന്നാണ് വിമർശനം. അവരുടെ വാദം UDF-ന്റെ പിന്തുണ വിവിധ സമൂഹങ്ങളിൽ നിന്നാണ് വരുന്നത്. അതൊരു പ്രത്യേക മതമോ വിഭാഗമോ കേന്ദ്രീകരിച്ചുള്ളത് അല്ല എന്നതാണ്. ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിലയിരുത്തലാണോ എന്നതാണ്. അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു നറേറ്റീവ്
നെഗറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം പറയാൻ കാരണം ഇതിൽ പരാജയം ഭയന്നിട്ട് തന്നെയാണ് ഇപ്പോൾ CPM ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും ഫലങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് ശക്തമാക്കാനായിരിക്കാം. എന്തായാലും ഒരു ഇത്തരം ഏകീകരണം എന്ന ആശയം ചിലപ്പോൾ സമൂഹത്തിൽ വിഭജന ധാരണകൾക്കും ഇടയാക്കാം. ഈ വോട്ടർമാർ മതം അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിൽ വിഭാഗീകരിച്ച് കാണുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ സംസ്കാരത്തിന് പൊരുത്തപ്പെടുന്നതല്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 50-ലേറെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ ഏകീകരണം നടന്നതായിട്ട് CPM വിലയിരുത്തുമ്പോൾ ഒരു കാര്യം അവർ തന്നെ ഉറപ്പിച്ചു പറയുകയാണ്, ഇത്തവണ ഞങ്ങൾ ഭരണത്തിലെത്തില്ല, ഞങ്ങൾക്ക് വലിയ പരാജയം സംഭവിക്കും എന്നുള്ള രീതിയിൽ അവർ തന്നെ പറയാതെ പറയുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത മികവും ബന്ധങ്ങളും ഫലപ്രദമായിട്ടുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ കഴിയുക എന്നും CPM വിലയിരുത്തുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് അടുത്തു എന്ന എക്സിറ്റ് പോൾ ഫലവുമായിട്ട് യോജിക്കുന്ന വിലയിരുത്തലാണിത്. അതേസമയം തന്നെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ CPM-ന് അനുകൂലമായിട്ടുള്ള നിലപാട് തുടരുമെന്നും CPM കണക്കുകൂട്ടുന്നുണ്ട്. എന്തായാലും നിഷേധ വോട്ടുകൾ CPM കണക്കുകൂട്ടുന്നില്ല. 12% BJP വോട്ടുകൾ വർദ്ധിച്ചത് അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വടക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുമെങ്കിലും ജയിച്ചു കയറാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളുള്ളത്. അതേസമയം ഇനി പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് തുടർ ഭരണത്തിന്റെ ശക്തമായിട്ടുള്ള സൂചനകളാണ് എന്നാണ് LDF വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ യോഗ്യൻ പിണറായി വിജയൻ ആണ് എന്നുമുള്ള ഫലങ്ങളിലാണ് CPM പ്രതീക്ഷ നൽകുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലുണ്ട്. കാരണം ഇത്തരം പ്രതീക്ഷകൾ എങ്ങും തന്നെ ഒരു നേതാവും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. സുരക്ഷിത സീറ്റുമായിട്ട് വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നേതാക്കൾ ആവർത്തിക്കുന്നത്. എക്സിറ്റ് ഇല്ല ഇൻ തന്നെയാണ് ആവർത്തിക്കാൻ ഇടത് നേതൃത്വം നിരത്തുന്നത്. പല കാരണങ്ങളുണ്ട്. പുറത്തു വന്ന സർവേകളെല്ലാം പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ്. അത് തന്നെയാണ് ഇടത് പ്രതീക്ഷയെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഊന്നി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് ഏറെ ആളുകളും പറയുന്നത് പിണറായി വിജയന്റെ പേരാണ്. അതായത് ഈ ജന സർവേ ഒക്കെ എടുക്കത്തില്ലേ, നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ഒരാശങ്കയും ഇല്ലെന്ന് മാത്രമല്ല, ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് ഈ സർവേയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം 2021 സമാനമായിട്ടുള്ള 100 സീറ്റ് അവകാശവാദമെന്നും LDF കണക്കിൽ ഉണ്ടായിരുന്നില്ല. ന്യൂനപക്ഷ ഏകീകരണവും മത സാമുദായിക നിലപാടുകളെല്ലാം സമ്മതിച്ചാലും അതൊരു സംസ്ഥാന വ്യാപക പ്രതിഭാസമാണെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നുമില്ല. എന്തായാലും 56 CPM MLA-മാർ അടക്കം സിറ്റിംഗ് സീറ്റുകളിലെ മത്സരവും സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എല്ലാം വിലയിരുത്തിയാണ് സുരക്ഷിത ഭരണം ഉറപ്പിക്കുന്ന സീറ്റ് കണക്ക് ഇടത് ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. അതായത് 60 സീറ്റിൽ ഉറച്ച വിജയ പ്രതീക്ഷയും 30ഓളം സീറ്റിലെ കടുത്ത മത്സരവും കണക്കിലെടുത്താൽ പോലും ഫലം തുടർ ഭരണമല്ല എന്നതാണ് കണക്കിന്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രി അടക്കം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും ഇടത് ക്യാമ്പിന് നൽകുന്നത് ആശ്വാസം മാത്രമാണ്. കാരണം തോൽക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അവിടെ ആശ്വസിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇനി പഴിചാരാനൊന്നും സമയമില്ല. ഈ ആകെ സങ്കടത്തിലാണുള്ളത്. ഭരണം കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഏറെക്കുറെ വിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും ഒരു എക്സിറ്റ് പോളും ഭരണ തുടർച്ച പ്രവർത്തിക്കാത്തത് നെഞ്ചിടിപ്പേറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി കേരളം ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായിട്ടാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടെണ്ണും പിന്നീട് EVM-കൾക്കായിട്ട് ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. പക്ഷേ ആ വിജയത്തിൽ വലിയ രീതിയിലുള്ള ഒരു മങ്ങൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോയി, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇപ്പോൾ CPM നടത്താനൊരുങ്ങുന്ന ഒരു കാര്യം. എന്തായാലും UDF-ന് അത്യന്തം അമിത ആത്മവിശ്വാസമാണ്. ഇനി ഒന്നുമില്ല, ഭരണം ഞങ്ങൾ ഉറപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡ് പറയും. അത്രയേറെ പ്രതീക്ഷ ഈ ഒരാഴ്ചക്കുള്ളിൽ UDF നടത്തുന്നുണ്ട്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. എല്ലാ പ്രവചനങ്ങളിലും മുന്നിലെത്താനായത് UDF-ന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 സീറ്റുകളെങ്കിലും വിജയിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP ഉള്ളത്. കാരണം BJPക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. BJPയുടെ ചില സ്വഭാവങ്ങൾ ജനം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടും ഒന്നുമല്ല, പകരം എങ്ങനെയാണ് ഇവർ ആളുകളെ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളെ സമീപിക്കുന്നത്.
നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ശോഭാ സുരേന്ദ്രൻ ഒരു കരുത്തുറ്റ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ടാണ് BJPയുടെ ഒരു ഗുണ്ടാ നേതാവ് എന്ന ലേബലിലേക്ക് അവര് മാറ്റപ്പെട്ടത്. ഫോൺ സംഭാഷണം വരുന്നു, ഒരു ചെറുപ്പക്കാരനായ സ്വന്തം മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനോട് വളരെ നീചമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ജനം കണ്ടു തുടങ്ങി. അതൊരു പക്ഷെ നല്ല കാര്യമാണ്. കാരണം ഈ ഇലക്ഷന് വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ തനി സ്വഭാവം അറിഞ്ഞത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയതും ഒക്കെ ഒരു നല്ല കാര്യമാണ്. കാരണം ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്ന പല കാര്യങ്ങളും മാറി ചിന്തിച്ച് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. LDF ആകെ ആശങ്കയിലാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം നാണക്കേട് ഇനി ഇല്ല എന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം പരാജയത്തിലേക്കാണ് LDFന്റെ സീറ്റ് നിലകൾ കുറയാൻ പോകുന്നത്. ഇപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാം, CPMനുള്ളിൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശങ്ക മുഖ്യമന്ത്രി ഇനി അടുത്ത ആരാകുമെന്ന് അവർ പോലും ചിന്തിച്ചു തുടങ്ങിയ ഒരു അവസ്ഥ. അങ്ങനെ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഫലങ്ങൾ വരുമ്പോൾ അറിയാം കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം ആരായിരിക്കും എന്നുള്ളത്.